സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുനാമത്തെ വാഴ്ത്തുന്ന സ്തുതിക്കുന്നതിൻ്റെ ഏറിയ കൃപകൾക്കായി സ്തോത്രം. അത്യുന്നതനായി ആദ്യനും അന്ത്യനുമായി ഞങ്ങളുടെ വീണ്ടെടുപ്പ്, ഞങ്ങളുടെ നീതീകരണം, ഞങ്ങളുടെ ബലവും ഞങ്ങളുടെ തേജസ്സുമായിരിക്കുന്നതിനോടുകൂടെ ഒരു കൂട്ടായ്മ നല്ല കർത്താവിന് നൽകിയത് ഓർത്ത് നന്ദി ഹൃദയത്തോടെ സ്തുതിക്കുന്നു. കൂട്ടി വരുത്തിയ ഓരോ ജനത്തിനോടും കർത്താവ് നിനക്ക് കൃപയുള്ളതിനായി സ്തോത്രം. ഞങ്ങളുടെ ബലഹീനതകൾക്ക് മീതെ നിന്റെ കൃപ കൊണ്ട് കവിഞ്ഞ് ദിനം പ്രതി കർത്താവെ നിന്റെ നീതി നിമിത്തം വെടിവെച്ച് നിന്റെ മഹാശക്തിയെ ഞങ്ങളെ കാക്കുന്നല്ലോ. നിന്റെ ദൈവം എവിടെ നിന്ന് ചോദിക്കുന്ന ജാതികളുടെ മധ്യത്തിൽ നിന്റെ നീതി നിവർത്തിച്ച് കർത്താവെ നിന്റെ പ്രായശ്ചിത്വത്തിൻ്റെ മഹിമ നീ വെളിപ്പെടുത്തി കാക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. തിരുവഴുത്തിൽ ധ്യാനിപ്പം കൃപ നൽകിയാട്ടെ. നീ ഞങ്ങളോട് സംസാരിച്ചാട്ടെ കർത്താവ്. നിന്റെ അവകാശത്തുമേൽ നിന്റെ മഹിമാദനത്തിനൊത്തവണ്ണം നീ ഞങ്ങളോട് ഇടപെടാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിസരങ്ങളെയും ഈ ശബ്ദം കടന്നു ചെല്ലുന്ന ഓരോ വ്യക്തിയുടെ പരിസരങ്ങളെയും നിന്റെ പ്രായശ്ചിത്ത രക്തത്താൽ മുദ്രയിട്ട് സാങ്ക്ടിഫൈ ചെയ്യുന്നു. തിരുനാമത്തെ ഉയർത്തുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ സ്തോത്രം. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠമായ നാമത്തിൽ വീണ്ടും ഒരിക്കൽ കൂടെ നമുക്ക് ഒരു ക്ലാസ്സിലേക്ക് കടന്നു വരാൻ കർത്താവ് കൃപ നൽകിയതോർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവ് നമ്മൾ ചിന്തിച്ചു വന്ന വിഷയം ആമേൻ എഫേസ്യലേഖനം കൊളോസ്യലേഖനം ആസ്പദമാക്കിക്കൊണ്ട് ക്രിസ്തുവും അവൻ്റെ ശരീരമായിരിക്കുന്ന സഭയും തമ്മിലുള്ള ബന്ധമെന്നാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് 38th ക്ലാസ്സായി. സ്തോത്രം. നമ്മൾ ഇപ്പോഴും ഫൗണ്ടേഷനിൽ നിൽക്കുന്നതേ ഉള്ളൂ. വളരെ ആഴമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമായി കിട്ടണം. വെറുതെ ഒരു ക്ലാസ് പഠിച്ചു പോയി, ഒരു കൂട്ടായ്മ കടന്നു പോയി, അങ്ങനെ ഒരു പാരമ്പര്യമായി തീരുവാൻ ഞാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല. ഓരോ ദിവസവും ദൈവം നമ്മളോട് സംസാരിക്കുന്നത് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ നമുക്ക് കുറവുകളാണ് വെളിപ്പെടുന്നെങ്കിൽ കർത്താവേ സ്തോത്രം, ഈ ബലഹീനത തന്നെ മാറ്റണം, ഈ കുറവെന്നെ നിന്ന് മാറ്റി കർത്താവ് നീ എന്നെ നിന്നോട് സദൃശ്യന്മാരാക്കി തീർത്താട്ടെ, നിൻ്റെ കൃപയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മുന്നേറാൻ നമുക്ക് കൃപ നൽകണം. കഴിഞ്ഞ ദിവസം നമ്മൾ കൊളോസ്യ ലേഖനത്തിൽ നിന്നും എഫേസ്യ ലേഖനത്തിൽ നിന്നും നമ്മുടെ വീണ്ടെടുപ്പ് എങ്ങനെയാണ് നടക്കുന്നതിനെ കുറിച്ചുകൊണ്ട് നമ്മൾ ചിന്തിച്ചിരുന്നു. പ്രത്യേകിച്ചും എഫേസ്യ ലേഖനത്തിൽ നിന്ന് കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളായി മരിച്ചവരെ നമ്മെയും ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിച്ചു. അതായത് നമ്മളിൽ വാണിരുന്ന മരണം, നമ്മുടെ ആദാം തുടങ്ങി നമ്മളിൽ വാണിരുന്ന മരണത്തെ നീക്കി നമ്മളിൽ ഉയർത്തെഴുന്നേറ്റ് നമ്മളിൽ നിത്യമായി ജീവിക്കുന്ന ക്രിസ്തുവിനെയാണ് നാം മനസ്സിലാക്കുന്നത്, അവനെയാണ് നാം പ്രസംഗിക്കുന്നത്. ഇത് ഏവർക്കും ഒരു നല്ല പരിജ്ഞാനം, അതേപോലെ തന്നെ അനുഭവജ്ഞാനം ഉണ്ടായിരിക്കണം. വചനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടായിട്ടില്ല, ആ വചനം നമ്മൾ ജീവിച്ചിട്ട് യെസ് എന്നിൽ മരണമാണ് വാണിരുന്നത്, അത് എൻ്റെ പാപം ഹേതുവായിട്ടാണ്, ദൈവത്തിൻ്റെ നീതിയാണ് ഞാൻ മരിക്കണമെന്നുള്ളത്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നിൽ വാണിരുന്ന മരണത്തെ ഞാൻ അതിൻ്റെ അഗാധമായിരിക്കുന്ന നരകത്തിലേക്ക് പാതാളത്തിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ വിളിച്ചപേക്ഷിക്കാൻ പോലും യോഗ്യതയില്ലാത്ത സ്ഥാനത്ത് എന്നെ തേടി വന്ന് എന്നിൽ വാണിരുന്ന മരണത്തെ നീക്കുവാൻ തക്കവണ്ണം എന്നിൽ ഉയർത്തെഴുന്നേറ്റ് എന്നിൽ നിത്യമായി ജീവിക്കുന്ന ക്രിസ്തുവിന് വേണ്ടി ഞാൻ ജീവൻ വെച്ച് കൊടുക്കും. ക്രിസ്തുവിന് വേണ്ടി അവനെ ഞാൻ ആരാധിക്കും, അവനെ ഞാൻ അനുസരിക്കും. അവൻ എൻ്റെ സ്നേഹിതൻ, അവൻ എൻ്റെ വീണ്ടെടുപ്പ്, അവൻ എൻ്റെ നീതീകരണം. ഏത് പ്രതികൂല സാഹചര്യത്തിലും ആ സമർപ്പണമുണ്ടെങ്കിൽ ഇന്ന് പാടിയതുപോലെ യേശു ആരിലും ഉന്നതനും നമുക്ക് പാടാൻ സാധിക്കും. അത് പാടണമെങ്കിൽ നമുക്ക് അതിനെതിരായിട്ടുള്ള പല വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ വരണം. അതിനെതിരായിട്ടുള്ള ശക്തികളോ അതിനെതിരായിട്ടുള്ള ദൂഷണങ്ങളൊക്കെ നമുക്ക് എതിരിടുമ്പോൾ യെസ് നമ്മുടെ കർത്താവ് നമ്മളിൽ വെളിപ്പെട്ട് മരണത്തെ ജയിച്ചവൻ, പാപത്തെ ജയിച്ചവൻ, പാപത്തെ അവൻ ജയിക്കേണ്ട ആവശ്യമില്ല, ലോകത്തെ ജയിച്ചവൻ, സൈറ്റാനെ ജയിച്ചവൻ, അവൻ നമ്മളിൽ വാണുകൊണ്ട് നമ്മൾ ജയശാലികളാക്കി നടത്തും. ഇതാണ് ക്രിസ്ത്യൻ ലൈഫിൻ്റെ ശ്രേഷ്ഠത. നമുക്കിത് എപ്പോഴും ജയം തന്നെ കിട്ടിക്കൊള്ളണമെന്നില്ല. നമ്മൾ പലപ്പോഴും നമ്മുടെ ഫ്ലഷ് നമ്മെ ഓവർകം ചെയ്യാൻ നോക്കും. അവിടെ ഒന്നും നമ്മളെ കർത്താവ് തള്ളിക്കളയുന്നില്ല. അത് എപ്പോഴും മനസ്സിലാക്കണം. നമ്മളുമായിട്ടുള്ള ആ ഉടമ്പടി നമ്മുടെ ഫ്രീ വില്ലിൻ്റെ തീരുമാനമാണ്. യെസ് ഞാൻ പാപിയായിരുന്നു, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ എൻ്റെ കർത്താവ് എന്നെ സ്നേഹിച്ച് എന്നിൽ വാണിരുന്ന, എൻ്റെ സോളിൽ വാണിരുന്ന മരണത്തെ നീക്കി എന്നിൽ ഉയർത്തെഴുന്നേറ്റ് എന്നെ ജീവിപ്പിച്ച അവനോടുകൂടെ ഞാൻ എന്നും വസിക്കും. അവനാണ് എൻ്റെ ജീവൻ, എൻ്റെ ജീവൻ്റെ ഉറവിടം അവനാണ്, റിസോഴ്സ് അവനാണ്, അവനില്ലെങ്കിൽ എന്നിൽ ജീവനില്ല എന്ന ധാരണയോട് നാം മുന്നേറുന്നുവെങ്കിൽ അവൻ്റെ സ്നേഹത്തിന് കൃപയ്ക്കും ആ ദയയ്ക്കൊക്കെ വേണം നമ്മളെ ദിനം പ്രതി അവൻ നിർത്തും. ഇത് നമ്മുടെ കോൺഫിഡൻസ് ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ കാറ്റില്ലാതെയോ പ്രതികൂലമില്ലാതെയോ ബുദ്ധിമുട്ടില്ലാതെയോ ഒന്നല്ല, കണ്ടിന്യൂസ് ആയിട്ട്
നമുക്ക് പ്രതികൂലമേ ഉണ്ടാകുകയുള്ളൂ. അതുകൊണ്ട് ആ വിഷയങ്ങൾ ഭാരപ്പെടേണ്ട. അപ്പോൾ അവൻ നിർത്തുമെന്നുള്ള വിശ്വാസത്തോടെ മുന്നേറുമ്പോൾ നമുക്ക് അടുത്ത് ചിന്തിക്കാനുള്ളത്, ഇത് നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ വരേണ്ട ഒരു കാര്യമാണ്. ഫോർ വി ആർ ഹിസ് വർക്ക്മാൻഷിപ്പ് എന്നാണ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. ക്രിയേറ്റഡ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. ജസ്റ്റ് അങ്ങനെ ഉണ്ടായതല്ല, പ്ലാൻ ചെയ്ത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്. വി ആർ ഹിസ് വർക്ക്മാൻഷിപ്പ്, അവൻ്റെ കൈപ്പണിയാണെന്ന്. സ്തോത്രം. ക്രിയേറ്റഡ് ഇൻ ജീസസ്, ക്രൈസ്റ്റ് ജീസസ് അൺ ടു ഗുഡ് വർക്ക്സ്. എന്തിനു വേണ്ടിയാണ്? നല്ല പ്രവൃത്തികൾക്കായി, സൽപ്രവൃത്തികൾക്കായി. which God had before ordained that we should walk in them. നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നമ്മൾ എഫെസിൽ മുന്നോട്ട് ചിന്തിക്കുക. അത് സത്യനിമിത്തം, സത്യത്തെ നാം വീണ്ടും ചെന്ന് പ്രാപിക്കുമ്പോൾ നാം സൃഷ്ടിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. സ്തോത്രം. ഇല്ലായ്മയിൽ നിന്ന് ഒന്നും ഉണ്ടാക്കുന്ന കാര്യമാണ്. നമുക്കൊരു 4:30 വായിക്കാം. എഫേഷ്യൻസ് ചാപ്റ്റർ 4 വേഴ്സ് 30. അതിന് മുമ്പ് അതല്ല, കൊളോഷ്യൻസ് 3:10 വായിക്കണം. കൊളോഷ്യൻസ് ചാപ്റ്റർ 3:10 അവിടെ വളരെ കുറച്ചും കൂടി കൃത്യമായിട്ട് എഴുതിയിരിക്കുന്നുണ്ട്. തൻ്റെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. ആ പുതിയ മനുഷ്യൻ എന്ന് പറയുന്നത് സൃഷ്ടിക്കപ്പെട്ടതാണ്, ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിൽ വാണിരുന്ന ഒരു പുതിയ ക്രിയേഷൻ ഒന്നിനെയും ക്രിയേറ്റ് ചെയ്യുന്നില്ല. തെറ്റിദ്ധരിക്കരുത്. ഒരു പുതിയ സോളിനെ ഉണ്ടാക്കിയോ പുതിയ സ്പിരിറ്റിനെ ഉണ്ടാക്കിയോ ഒന്നുമല്ല. നമ്മളിൽ ഉണ്ടായിരുന്ന ആ ഫ്രീ വില്ല് പാപത്തിന് ഈൽഡായി പോയിരുന്നു, അടിമപ്പെട്ടു പോയിരുന്നു. ആ ഫ്രീ വില്ലിനെ ഉണർത്തി നമുക്കതിനുള്ള കൃപ തന്ന്, നമ്മുടെ വഴി എങ്ങോട്ടാണ് നമുക്ക് ബോധമാക്കി തന്ന്, നാം മനഃപൂർവ്വമായിട്ട് ഏതും തോട്ടത്തിൽ വെച്ചോ അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലോ മനഃപൂർവ്വമായിട്ട് നമ്മുടെ വില്ലിനെ നാം പാപത്തിന് അടിമപ്പെടുത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. അതിനെ വീണ്ടും ഉണർത്താൻ തക്കവണ്ണമുള്ള പ്രേരണ നമുക്ക് തന്ന്, പാപത്തെക്കുറിച്ച് നീതിയെക്കുറിച്ച് ബോധം തന്ന്, ആ ഫ്രീ വില്ലിനെ തന്നെയാണ് വീണ്ടും ഉണർത്തി നമ്മുടെ ജീവന്റെ ഉറവിടമായിരിക്കുന്ന ക്രിസ്തുവിനെ സ്വീകരിക്കാൻ നമുക്ക് അവസരം നൽകുന്നത്. അതാണ് സൃഷ്ടിച്ചെന്ന് വാക്കുന്നുകൊണ്ട് നമ്മളില്ലാത്ത ഒന്നിനെ ക്രിയേറ്റ് ചെയ്യല്ല ചെയ്തിരിക്കുന്നത്. ഉള്ളതിനെ തന്നെ മരണം വാണിരുന്ന അവസ്ഥയിൽ നിന്ന് നമ്മളിൽ ഉയർത്തെഴുന്നേറ്റുകൊണ്ട് നമ്മളിൽ നിത്യമായി ജീവിക്കുന്ന വിഷയമാണ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ വായിച്ചു വന്ന 2nd ചാപ്റ്ററിന്റെ എഫേഷ്യൻസ് ചാപ്റ്റർ 2 വേഴ്സ് 10 ആയിരുന്നു. നാം അവന്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. ഫോർ വി ആർ ഹിസ് വർക്ക്മാൻഷിപ്പ് ക്രിയേറ്റഡ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. അത് ക്രിസ്തുവിനെ കൂടാതെ ക്രിയേഷൻ ഇല്ല. ആൻഡ് ടു ഗുഡ് വർക്ക്സ്. ഇവിടെയാണ് വിശ്വാസികൾക്ക് അല്പമല്ലാത്ത ഒരു തെറ്റായ ഉപദേശം ഇതിൽ കൂടെ കടന്നു വരുന്നുണ്ട്. ഇവിടെ മുമ്പ് പറഞ്ഞിരിക്കുന്നു, യാക്കോബ് പറഞ്ഞിരിക്കുന്നു പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണെന്ന്. പോള് പറഞ്ഞിരിക്കുന്നു പ്രവൃത്തിയാലല്ല. ഇതിന്റെ തൊട്ട് മുമ്പത്തെ വാക്യം തന്നെ നമ്മൾ വായിക്കുകയാണെങ്കിൽ ആരും കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനം എത്രയാവുന്നു. അപ്പൊ രക്ഷ എന്ന് പറയുന്നത് നമ്മളിന്ന് വിശ്വാസമാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇത് രക്ഷിക്കപ്പെട്ടവരുടെ കാര്യമാണ് പറയുന്നത്. നാം അവന്റെ കൈപ്പടിയായി ഈ അവസ്ഥയിലേക്ക് അവനാണ് നമ്മൾ പടന്നെടുത്തത്. പാപത്തെക്കുറിച്ച് നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തിയതും നമ്മൾ വാണിരുന്ന മരണത്തെ നീക്കുവാൻ തക്കവണ്ണം നമ്മുടെ ഫ്രീ വില്ലിനെ ദൈവത്തിന് അടിമപ്പെടുത്തുവാൻ തക്കവണ്ണം സ്തോത്രം നമ്മൾ രൂപാന്തരപ്പെടുത്തിയെടുത്തുകൊണ്ട് നമ്മൾ ആ ഫ്രീ വില്ലിനെ ഒരുക്കിയെടുത്ത് നമുക്ക് ക്രിസ്തുവിനെ നാം ആഗ്രഹിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് നിത്യജീവൻ ആഗ്രഹിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് നമ്മളെ ജീവിപ്പിക്കുകയാണ് ചെയ്തത്. ഹല്ലേലൂയ. എഫേസ്യ ലേഖനത്തിലെ 4:24 വാക്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം. എഫേഷ്യൻസ് 4
24 സത്യത്തിന്റെ ഫലമായി നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട, ഈ വാക്യമായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞത്, വേഴ്സ് 30 അല്ലെ വേഴ്സ് 24. സത്യത്തിന്റെ ഫലമായി എന്ന് പറഞ്ഞത് എന്താ? ട്രൂത്ത് എന്താണ്? ട്രൂത്ത് ആരാണ്? ക്രൈസ്റ്റ് ഹിംസെൽഫ്. ക്രിസ്തുവിന്റെ ഫലമായി എന്ന് വേണമെങ്കിൽ അവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യൻ. അപ്പോൾ നമ്മളിൽ ആ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യൻ എന്ന് പറയുന്നത് എന്താ? ഇൻ ദ സെയിം ഇമേജ് ഓഫ് ഗോഡ് ഹിംസെൽഫ്. അതല്ലയോ ഏതൊട്ട് നമുക്ക് നഷ്ടപ്പെട്ടത്? ദൈവം തന്റെ സ്വരൂപത്തിന്റെ സാദൃശ്യത്തിൽ എന്ന് പറഞ്ഞ എന്താണ് അതിന്റെ അർത്ഥം? ലെറ്റ് us create man in our own image and likeness. ആ നഷ്ടപ്പെട്ടതാണ് ഇവിടെ നമുക്ക് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ. Which after God is created in righteousness and true holiness. ഇതാണ് അതിശ്രേഷ്ഠമായ ഒരു കാര്യം നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യൻ. ഈ ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ കുറിച്ചാണ് പറയുന്നത്. 2nd chapter 2:10 പറയുന്നത് എന്തിനു വേണ്ടിയാണ്? അവന്റെ കൈപ്പണിയായി സൽപ്രവർത്തികളായിട്ട്, ഗുഡ് വർക്ക്സ്. അതാണ് പറഞ്ഞത് സുവിശേഷത്തിന്റെ പ്രവൃത്തികൾ. നാം ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുകയല്ല ചെയ്യുന്നത്, എന്നാൽ സുവിശേഷത്തിന്റെ പ്രവൃത്തികളാൽ ദൈവത്തിന് മഹത്വം കരയറ്റുകയാണ് ചെയ്യുന്നത്. ഇവിടെയാണ് ഒരു ഡിഫറൻസ് മനസ്സിലാക്കുന്നത്. അപ്പൊ പ്രവൃത്തിയിൽ കൂടെ അല്ല നീതീകരിക്കുന്നത് പറഞ്ഞ, ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ കൂടെ അല്ല നാം നീതീകരിക്കപ്പെടുന്നത്, എന്നാൽ സുവിശേഷത്തിന്റെ നല്ല പ്രവർത്തികൾക്കായിട്ടാണ് നമ്മൾ വിളിച്ചിരിക്കുന്നത്. നമ്മൾ വിളിക്കുക മാത്രമല്ല, നമ്മളെ ക്രിസ്തുവിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതൊന്ന് ശരിക്കും ഡിഫറൻസ് മനസ്സിലാക്കണം. എന്നാൽ ഇതിനെ ട്വിസ്റ്റ് ചെയ്തുകൊണ്ട് സാത്താൻ ഈ ക്രിസ്തുവേശുവിലുള്ള സൃഷ്ടിക്കപ്പെടലങ്ങ് മാറ്റിവെച്ചിട്ട് മതവിഭാഗങ്ങളിൽ സൽപ്രവൃത്തി മതി, നല്ലത് ചെയ്താൽ മതി, നിന്റെ കൂട്ടുകാരനെ അല്ലെങ്കിൽ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക, എവറിത്തിങ് ഈസ് കവേർഡ് ഓൺ ദാറ്റ്. ഒന്നാം പ്രമാണം വിട്ടു. ഏദൻ തോട്ടത്തിൽ നഷ്ടപ്പെട്ട ദ ഇമേജ് ഓഫ് ഗോഡ് അല്ലെങ്കിൽ ദൈവാനുരൂപമായ അവസ്ഥ നഷ്ടപ്പെട്ടത് തിരികെ കിട്ടാതെ നീ എത്ര സ്നേഹിച്ചിട്ടോ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഞാൻ മിക്കവാറും തിമോഥീസിന്റെ ലേഖനത്തിൽ പറയാറുള്ളതാണ്, നിർവ്യാജ സ്നേഹം, നല്ല മനസാക്ഷി, ശുദ്ധ മനസാക്ഷി, നിർവ്യാജ വിശ്വാസം, ഇവയാൽ ഉളവാകുന്ന സ്നേഹം. നല്ല മനസാക്ഷി ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? മനസാക്ഷി ക്ലീൻ ആകണം, യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെടണം. ഹല്ലേലൂയ. അതില്ലാതെയുള്ള സ്നേഹം ഇതൊക്കെ മൃഗങ്ങൾക്കും ഉണ്ട്, തങ്ങളുടെ കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള സ്നേഹം. അത് ദൈവത്തോടായാലും മനുഷ്യരോടായാലും അതിലൊന്നും ഒരു മെറിറ്റും ഇല്ല. ഹല്ലേലൂയ. നാം അവന്റെ കൈപ്പടിയായിട്ട് സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തുവേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. എന്നിട്ട് പറയാണ്, നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. ബിഫോർ ഓർഡൈൻഡ്, പ്രീ ഓർഡൈൻഡ്. അപ്പൊ അത് നമ്മുടെ എഫേർട്ട് കൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല. വീട് വെച്ച് കൊടുക്കുക, അവിടെ ദാനം കൊടുക്കുക, ഇവിടെ ദാനം കൊടുക്കുക, സ്വോത്ര കാഴ്ച കൊടുക്കുക, ദശാംശം, ഇതല്ല. അതാത് സമയത്ത് നമ്മൾ നമ്മളായിരിക്കുന്ന പുതു മനുഷ്യൻ അതാത് സമയത്ത് അവൻ ശക്തി ജ്ഞാനം തന്ന് നമ്മൾ കൂടെ തന്നെ നല്ല പ്രവൃത്തി ചെയ്യും. നമ്മളെ കൂടാതെയല്ല, നമുക്ക് സ്ട്രോങ് ഇൻഫ്ലുവൻസ് തന്ന് നമ്മെ കൊണ്ടത് ചെയ്യിപ്പാൻ അവന് സാധിക്കും. അവൻ സർവശക്തനാണ്. ഹല്ലേലൂയ. പക്ഷെ ഇൻഫ്ലുവൻസ് കിട്ടിയിട്ട് മിക്കവർക്ക് സംഭവിച്ചു പോകുന്ന, ഇൻഫ്ലുവൻസ് കിട്ടിയാലും നമ്മളിലുള്ള ജഡം എന്നതിന് ക്രൂശിച്ചിടാൻ അത്രയ്ക്ക് താല്പര്യപ്പെടില്ല. അവിടെ നമുക്ക് ചെറിയ വില കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ആ വില കൊടുക്കുക എന്ന് പറയുന്നതാണ് ഈ നമ്മുടെ സെൽഫ് ഡിസൈനിങ് ക്രൂശിക്കുക. സൽപ്രവൃത്തി ചെയ്യാൻ ദൈവത്താൽ ഒരു പ്രേരണ നമുക്ക് വരുമ്പോൾ നേരെ ഓപ്പോസിറ്റാണ് നമ്മളിൽ ഇരിക്കുന്ന ചീഞ്ഞളിഞ്ഞായിട്ടുള്ള ഈ ജഡം എന്ന് പറയുന്നത്. ദൈവത്തോട് ശത്രുത്വമുള്ളതും ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടാത്തതുമാണ്. നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ നമുക്കറിയാം, നമ്മുടെ തോട്ട്സിൽ തന്നെ ഡിഫറെൻറ്റ് തോട്ട്സ് വരും. നമുക്കറിയാം, ഒരു സൽപ്രവൃത്തി ചെയ്യുവാൻ തക്കവണ്ണം നമുക്ക് പ്രേരണ കിട്ടിയാൽ നമ്മുടെ ബുദ്ധി ചിലപ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ചിന്തിക്കും. എന്തറിയാമോ? ക്രിസ്തുവിലല്ല. പരിശുദ്ധാത്മാവില്ലാത്ത
ഹ്യൂമാനിറ്റിക്ക് പറയുന്ന പേരാണല്ലോ ഈ ഫ്ലഷ് എന്ന് പറയുന്നത്. കാരണം എവിടെയോ ഫ്ലഷ് ഹോളി സ്പിരിറ്റിൻ്റെ പ്രേരണയെ ഓവർകം ചെയ്യാണ്. അവിടെയാണ് നമുക്കൊന്ന് മുട്ടയിലിരിക്കേണ്ട ആവശ്യം. കർത്താവിൻ്റെ ആത്മ നമുക്കൊരു പ്രേരണ തരുമ്പോൾ, കർത്താവ് കൃപത, എൻ്റെ ജഡം പൊങ്ങണ്ട, എൻ്റെ നാവ് പൊങ്ങണ്ട, എൻ്റെ ഇഷ്ടം പൊങ്ങണ്ട, എന്നെ സൃഷ്ടിച്ചതാണ് സൽപ്രവൃത്തികൾക്കായിട്ട് എന്നെ സൃഷ്ടിച്ച ക്രിസ്തുവേശുവി സൃഷ്ടിച്ചതായിട്ടുള്ള ദൈവത്തിൻ്റെ ഗീതം മതി. അതിലേ എനിക്ക് മെറിറ്റ് ഉള്ളൂ. അല്ല, അത് മെറിറ്റൊന്നല്ല. ജഡത്തിന് വേണമെങ്കിൽ നമുക്ക് സംസാരം കൊണ്ട് ജയിക്കാം, നമ്മുടെ ശരീരം കൊണ്ട് ജയിക്കാം, സമ്പത്ത് കൊണ്ട് ജയിക്കാം, പലതുകൊണ്ട് ജയിക്കാം. പക്ഷെ അതിനകത്തൊന്നും ഒരു ഗുണവുമില്ല. ദൈവനാമം മഹത്വപ്പെടണമെങ്കിൽ പുത്രൻ ഉയർത്തപ്പെടണം, പുത്രൻ മഹത്വപ്പെടണം. അതിന് നമ്മൾ വലിയ എഫർട്ടും ചെയ്യേണ്ട. ഒരു നല്ല തീരുമാനം, നല്ലൊരു സമർപ്പണം. കർത്താവ്, ഞാൻ വീക്കാ, എൻ്റെ പേഴ്സണൽ സ്വഭാവം എന്ന് പറഞ്ഞ്, നീ ഇല്ലാത്ത എൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞ് ചീഞ്ഞളിഞ്ഞു, നിന്നോട് ശത്രുത്വമുള്ളതാണ്. ഐ ജസ്റ്റ് അക്നോളജ് ദാറ്റ്. ലോർഡ് പ്ലീസ് ഗിവ് മീ. എനിക്കിതെങ്ങനെയാണ് ചെയ്യണമെന്ന് അറിയണം. ദാനധർമ്മങ്ങൾ കൊടുക്കുന്നതല്ല, എന്നത് വേണ്ടെന്നല്ല. അതാത് സമയത്ത്, തക്ക സമയത്ത് കർത്താവ് നമ്മളെ ഒരുക്കും. നമ്മുടെ ബുദ്ധിയേക്കാളും അല്ലെങ്കിൽ നമ്മളുള്ള ഫ്ലഷിനേക്കാളും ഉയർന്ന പ്രേരണ നൽകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കാൻ സാധിക്കും. ഡിസിഷൻ എടുക്കുന്ന നമ്മളാണ്. ശക്തമായ പ്രേരണ തരും, പക്ഷെ ഡിസിഷൻ എടുക്കുന്ന നമ്മളാണ്. എന്ന് പറഞ്ഞുകൊണ്ട് ശത്രുവിൻ്റെയും ദുഷ്പ്രവർത്തിക്കാർ തോളിൽ കൈയിട്ട് നടക്കുന്നതല്ല, വേർപാട് നഷ്ടപ്പെടുത്തുന്നതല്ല. ക്രിസ്തു നമ്മളിൽ വസിച്ചാലേ നമുക്ക് അവൻ്റെ അധികാരം നമ്മിൽ കൂടെ എക്സസൈസ് ചെയ്യുള്ളൂ. അവിടെ ചിലപ്പോൾ ചില കരുണില്ലാത്ത സംഭവങ്ങളൊക്കെ ആയിരിക്കും നടക്കുന്നത്. അതൊക്കെ അവൻ്റെ ഹിതമാണ്. അതിന് പുറകിൽ ദൈവത്തിന് ക്രിസ്തുവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്താനുണ്ടാവും. ഇത് പ്രാക്ടിക്കലായിട്ട് അനുഭവിച്ചു വരാൻ കുറച്ചേ നാളുകളെടുക്കും. ഇടയ്ക്ക് നമുക്ക് അനേകം മിസ്റ്റേക്കുകൾ പറ്റും. പക്ഷേ നാം ചിന്തിക്കുന്ന പരിധി നിൽക്കുന്നവനല്ല കർത്താവ്. അവൻ്റെ കൃപ എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധിയുടെ പ്രമാണത്തിന് നിൽക്കുന്നതൊന്നല്ല. ആ മഹാദൈവമുള്ളവൻ, നമ്മൾ നേരത്തെ വായിച്ചല്ലോ, കരുണാസമ്പന്നനായ ദൈവമോ. ദിസ് ബിയോണ്ട് ലിമിറ്റ്. അതുകൊണ്ട് ഈ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു പോകുന്നതല്ലാതെ ഈ വചനത്തിന് മുമ്പിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവ്, എനിക്ക് എങ്ങനെ ഈ സൽപ്രവൃത്തി ചെയ്യാൻ പറ്റുന്നത്? സൽപ്രവൃത്തി എന്ന് പറഞ്ഞാൽ സുവിശേഷത്തിൻ്റെ സൽപ്രവൃത്തി, എന്നിൽ ക്രിസ്തു വസിച്ചുകൊണ്ട് ചെയ്യുന്ന സൽപ്രവൃത്തി. ഇന്ന് മിക്കവാറും അതിനെ സേറ്റാനാവും ടെസ്റ്റ് ചെയ്ത് മതവിഭാഗങ്ങളിൽ കൂടെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, തിമോഥെയോസിന്റെ ലേഖനത്തിൽ പറഞ്ഞതുപോലെ, നല്ല മനസാക്ഷി, ശുദ്ധഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം, വ്യാജമല്ലാത്ത വിശ്വാസം. വ്യാജമായ വിശ്വാസത്തിൽ കൂടെ വരുന്ന സ്നേഹത്തിലൊന്നും ഒരു കാര്യമില്ല. ദർ ഈസ് നോ വിർച്യു അറ്റ് ഓൾ. നിർവ്യാജമായ വിശ്വാസത്തിൽ കൂടെ ഉളവാകുന്ന സ്നേഹമാണ് ഗോസ്പലിൻ്റെ റിസൾട്ട്. ഈ പറഞ്ഞതായിട്ടുള്ള സൽപ്രവൃത്തി, ക്രിസ്തുവേശുവിലുള്ള സൽപ്രവൃത്തി എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ കാര്യം എന്താ? ശുദ്ധ മനസാക്ഷി, നല്ല ഹൃദയം, നിർവ്യാജ വിശ്വാസം. ആ വാക്യമാണ് ഇന്ന് എടുത്ത് വായിക്കുക. 1 തിമോത്തി 1 വാക്യമായിരിക്കും. 1 തിമോത്തി 1 chapter verse 3. പൗലോസ് തിമോഥെയോസിനോട് പറയുകയാണ്, നീ എഫെസസിൽ തന്നെ താമസിക്കണം എന്ന് ഞാൻ മക്കെദോന്യയ്ക്ക് പോകുമ്പോൾ അപേക്ഷിച്ചതുപോലെ ഇപ്പോഴും അപേക്ഷിക്കുന്നു. ആജ്ഞയുടെ ഉദ്ദേശമോ ശുദ്ധഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം, ഇവയാൽ ഉളവാകുന്ന സ്നേഹം തന്നെ. Now the end of the commandment is charity out of a pure heart and a good conscience and of faith unfeigned. ഇവിടെ ചാരിറ്റി എന്ന് പറയുന്ന ആൾ തുടങ്ങി ആരും വീട് വെച്ച് കൊടുക്കാനും ധർമ്മം കൊടുക്കാനും പോകല്ല പറഞ്ഞു. സ്തോത്രം. ഈ നിർവ്യാജ വിശ്വാസമുണ്ടോ? നിർവ്യാജ വിശ്വാസം എന്താ? നിർവ്യാജമായിട്ടുള്ള ക്രിസ്തുവിലുള്ള ആശ്രയം. ഏതൊരു വിഷയത്തിനും ഞാൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആത്മാവിനെ കൂടാതെ ഉള്ളത്, ദൈവത്തോട് ശത്രുത്വമുള്ളതും ഒരു ഗുണമില്ലാത്തതാണ്. എന്നിലെന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ യാതൊരു നന്മയും വസിക്കുന്നില്ല. എന്നിൽ എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ അത് ക്രിസ്തുവിനാലേ സാധിക്കുകയുള്ളൂ. ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് എക്സ്പീരിയൻസ് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത് സന്തോഷകരമാണ്. അത് നമുക്ക് അനുഭവിച്ചറിയാം. നമ്മുടെ പീസ്, നമ്മുടെ സോളിൽ പീസ് വസിക്കുന്നത് നമുക്ക് അനുഭവിച്ചറിയാം. സന്തോഷം വസിക്കുന്നത് നമുക്ക് അനുഭവിച്ചറിയാം. ക്രിസ്തുവിനാൽ
ഒരു സൽപ്രവൃത്തി, അതായത് സുവിശേഷത്തിൻ്റെ സൽപ്രവൃത്തി നാം ചെയ്താൽ അതിൻ്റെ പീസ് നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. ഈ ഒരു എക്സ്പീരിയൻസിലേക്ക് കർത്താവ് നമ്മളെ നടത്തട്ടെ. അത് അനുഭവിക്കാത്തവരുണ്ടെങ്കിൽ അതിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവ് നീ ഇത് ചെയ്തെടുക്കുക. ഇത് ചെയ്യുമ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, നമ്മുടെ ഫ്ലഷിൻ്റെ സ്വഭാവം നേരെ ഓപ്പോസിറ്റാണ്. പക്ഷേ നാം കർത്താവിനെ ഈൽഡ് ചെയ്യുകയാണെങ്കിൽ, നമ്മത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ജഡം എത്രയോ ശക്തിയേറിയതാണ്. ഈ ജഡം നമ്മുടെ പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മുമ്പിൽ ഒന്നുമല്ല. ഞാൻ ജഡത്തെ ഉയർത്തുകയല്ല പറഞ്ഞത്, അങ്ങനെ സംഭവമുണ്ട്, നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. കർത്താവ് നമ്മുടെ ഈ വചനങ്ങൾ ബലപ്പെടുത്തിട്ട് ഈ വചനം നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാകത്തക്കവണ്ണം ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവ് സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാൻ. പരിശുദ്ധരായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ ഒരു പ്രവൃത്തിയിലേക്ക് ഈ ശബ്ദം കേട്ട് ഓരോരുത്തരെയും കർത്താവേ നീ വല കൈ പിടിച്ച് നടത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്നെ കൂടാതെ ഞങ്ങളിൽ ഒരു നന്മയും വസിക്കുന്നില്ലെന്ന് ഞങ്ങൾ അറിയുന്ന കർത്താവേ, നിൻ്റെ കൃപയ്ക്കായി സ്തോത്രം. ഇസ്രായേലിൻ്റെ നാമത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈ ശബ്ദം കേൾക്കുന്ന ഓരോ ജനത്തെയും കർത്താവ് നിൻ്റെ നാമത്തെ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നിന്നെ ധരിപ്പാൻ, നിന്നിലുള്ള സൽപ്രവൃത്തികൾ വെളിപ്പെട്ട് വരുവാൻ സഹായിച്ചോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ കരുതലിനായി സ്നേഹത്തിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ സ്തോത്രം. താങ്ക് യു.